ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതി നമ്മുടെ സച്ചിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. സച്ചി ചുമ്മാ രേവതി ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. കൈവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. കോൾ എടുത്ത ഉടനെ തന്നെ നീ നമ്പർ മാറി വിളിച്ചതാണോ എന്നാണ് ആദ്യം ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഏട്ടാ, ഞാൻ എന്തിനാ നമ്പർ മാറി വിളിക്കുന്നത്? 2-3 തവണ ഞാൻ ഏട്ടനെ ട്രൈ ചെയ്തതാണല്ലോ. ഏട്ടൻ ഫോൺ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഫോൺ എടുക്കുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ സുധി. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങനെ ആരും വേണ്ടാന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏട്ടനെ വിളിക്കായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടേ. നീ ടെൻഷനൊന്നും ആവണ്ടടാ, നിന്നെ അമ്മ വന്ന് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ വന്നിരുന്നു, എനിക്ക് എപ്പോഴും അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സുധീരുടെ അടുത്ത് ശ്രീകാന്ത്. എന്നാ ഏട്ടാ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റാന്ന് ചോദിക്കുമ്പോൾ നീ ടെൻഷൻ ആവണ്ടടാ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ? അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ആലോചനയിലാണ്. ഇതിന്റെ ഇടയിൽ സച്ചിയാണ് എല്ലാത്തിനും കുഴപ്പമായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയേട്ടനും ദേഷ്യം കാണും. കാരണം അച്ഛൻ ഞാൻ കാരണം വന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കേണ്ടി വന്നില്ലേ. സച്ചിയേട്ടന് ആ ദേഷ്യമാണ്. നീ കൂടുതൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തായാലും അച്ഛൻ ചോദിച്ച സമയത്ത് ഞാനും നിന്നെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ശ്രുതിയും അതുപോലെ തന്നെയാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. രേവതി പോലും നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെന്താടാ, നിനക്ക് വരാൻ വേണ്ടി പറ്റും. എന്തായാലും നീ രേവതിയെ പോലെ അങ്ങ് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ കല്യാണം കഴിച്ചത്. നിന്റെ അമ്മായിപ്പൻ നല്ല പണക്കാരനാണെന്നുള്ള കാര്യം ബാമാൻഡി പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനും വർഷയും കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ, സ്നേഹിച്ച്. എന്തായാലും നീ വലിയ വീട്ടിലെ പെണ്ണിനെ തന്നെയല്ലേ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി ചേച്ചിയും അങ്ങനെ തന്നെയല്ലേ, അവരും വലിയ വീട്ടിലെ ഫാമിലി അല്ലേ, സിംഗപ്പൂരല്ലേ അവര്. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ഏട്ടാ ഇപ്പോഴും ചേച്ചി അവരോട് ദേഷ്യത്തിൽ തന്നെയാണോ ഉള്ളത്? ആടാ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരും അച്ഛനും മോളും അല്ലേ, ഒരു ദിവസം എല്ലാം ശരിയാകും. വൈഫ് കയ്യിലിരിക്കുന്ന ക്യാഷ് പോലെയാണ്, എന്നാ എന്റേത് ചെക്ക് പോലെയെന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്ത് ഉദാഹരണമാണ് ഏട്ടാ? കയ്യിൽ ചെക്ക് ഇരുന്നിട്ട് എന്താ കാര്യം, സൈൻ ചെയ്യാണ്ട് അതിനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ക്യാഷ് ഏട്ടാ ഇന്ന് ചെലവാകും, പക്ഷെ ചെക്ക് നാളെ ക്യാഷ് ആയിടും. ഏടാ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ വഴിയാണ് പണം വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീ വലിയ ഇടം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എല്ലാം ഏട്ടൻ പണത്തെ കുറിച്ച് വെച്ചിട്ടാണല്ലോ ഉദാഹരണം പറയുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അതില്ലാത്തവനെ അതിന്റെ വില അറിയുള്ളൂ. അപ്പൊ ഏട്ടൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പോകുന്നൊക്കെ ഉണ്ട്, ഇതാ എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ഫോണിൽ വെക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വർഷ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത്. വർഷ വിചാരിക്കുന്നത് വർഷയെ കണ്ടിട്ടാണ് ഫോൺ വെക്കുന്നത് എന്നുള്ള രീതിയിലാണ്. വാ വർഷ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ 1 മിനിറ്റ്, ആരെ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അത് സുധിയേട്ടനാ. സുധിയേട്ടനോ? അതെ എന്റെ ഏട്ടൻ. എന്നിട്ട് സംസാരിക്കേണ്ടതല്ലേ, എന്താ കട്ട് ചെയ്തത്? അതെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ഇതെന്തൊരു ശീലാണ്, എന്നെ കണ്ടപ്പോ ഫോൺ എന്തിനാ കട്ട് ചെയ്തത്? അങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങൾ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അല്ല ഓഫീസിൽ പോണോ ഏട്ടനെന്ന് പറഞ്ഞു, അതുകൊണ്ട് കട്ട് ചെയ്തതാണ്. ഞാൻ എപ്പോഴെങ്കിലും ശ്രീകാന്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അയ്യോ വർഷ അത് വിട്ടേക്ക്. എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണെ വർഷ. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് അച്ഛൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം ഉടനെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും. ഓക്കെ, അതിന് നീ എന്താ മറുപടി പറഞ്ഞത്? വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷല്ലേ, അപ്പോ ഞങ്ങൾ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതെങ്ങനെ ശ്രീകാന്ത് നീ പറയുന്നത്? ഓ അങ്ങനെ നീ ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞോ, എന്റെ അടുത്ത് ചോദിക്കാതെ നീ തനിയെ ഒരു ഡിസിഷൻ അങ്ങനെ എടുത്തോ. അവർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്നല്ലേ നീ പറയേണ്ടത്. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എന്നാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ. നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെയല്ലേ നമ്മൾ താമസിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് നിന്റെ അച്ഛന്റെ വീടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ഇതെന്താ നമ്മുടെ വീടാണോ? നമുക്ക് ഏത് കാലം ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് റെന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടായില്ലേ? എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ എന്നോട് ചോദിക്കാതെ ഡിസിഷൻ എടുക്കാല്ലേ. ഞാൻ എപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നീ 18s സിനിമ മാതിരി അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫാമിലി വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് നമ്മളില്ലേ, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്, ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷേ ഒരിക്കലും നമുക്ക് എപ്പോഴും ഇങ്ങനെ തനിയെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എന്റെ അടുത്ത് അങ്ങോട്ട് വരാൻ വേണ്ടി പറയണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് വരുന്നതിൽ നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ ഏട്ടൻ സച്ചിയുടെ അടുത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അവൻ
മുന്നും പിന്നും നോക്കാണ്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൻ നല്ലവനാണെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. എനിക്കിഷ്ടമല്ലാത്തടത്തേക്ക് ഞാൻ വരില്ല. വർഷ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത്രയും നാൾ ഞാൻ വലിയൊരു ഫാമിലിയിലാണ് ജീവിച്ചത്. ഇപ്പോൾ ഇവിടെ തനിയെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ഒന്നായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തില് ഞാനും അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാവരും ഹാളിൽ ഒരുമിച്ചായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉറങ്ങുന്ന സമയത്ത് എന്റെ ഒരു വശത്ത് സച്ചിയേട്ടൻ കിടക്കുമായിരുന്നു, മറ്റേ വശത്ത് സുധിയേട്ടൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത്, ഓഹോ അങ്ങനെയാണെങ്കിൽ നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണല്ലേ? ഇതെല്ലാം ഒരു റീസൺ ആണോ? ഇപ്പോഴും കുട്ടിക്കളിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കൊന്നും ഫാമിലിയുടെ വില മനസ്സിലാവില്ല വർഷേ. നീ വീട്ടിലെ ഒരേ ഒരു പെണ്ണാണ്, അതുകൊണ്ട് നിനക്ക് സിബ്ലിങ്സിന്റെ വാല്യൂസ് ഒന്നും മനസ്സിലാവില്ല. അതെ, എനിക്ക് മനസ്സിലാവില്ല എന്ന് വർഷം പറയാണ്. അത് കഴിഞ്ഞ് ശ്രീകാന്ത്, നീ ഒരു കാര്യം മനസ്സിലാക്കണം വർഷേ, ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന സമയത്തെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കുള്ള ഹാപ്പിനെസ് മതി. നിനക്ക് ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ അറിയില്ല. ഇപ്പൊ നിനക്ക് എന്നെ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇഡിയറ്റിനെ പോലെ സംസാരിക്കരുത്. നിന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല വർഷേ, എന്റെ ഫാമിലി എനിക്ക് വേണോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനും നിന്റെ പോലെ ഒന്നും പറയില്ല. ഞാനും എന്റെ ഫാമിലിയെ വിട്ട് തന്നെയാണ് വന്നത്. നിനക്ക് നിന്റെ ഫാമിലിയെ വലുതെന്ന് വെച്ചാൽ നീ പോ, അവരുടെ കൂടെ നിന്നോ, നീ അവരുടെ കൂടെ തന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ്. അങ്ങനെ വർഷ പോകുന്ന സമയത്ത് വർഷ ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന് പറയണേ. നീ എനിക്കൊന്നും വേണ്ട, നീ നിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ടാ പോകുന്നത്. പുറത്ത് കുറെ ആൾക്കാരെ കാണുമ്പോ ചേച്ചി അങ്കിൾ എല്ലാവരും വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് നീയല്ലേ പറഞ്ഞ എല്ലാവരും കൂടെ കിടന്നുറങ്ങണോ എന്നുള്ള കാര്യം, ഇവരെല്ലാരും കൂടി കൂട്ടിയും കൊണ്ടുപോയിട്ട് കിടത്തിക്കോ, റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാരിങ്ങനെ നിരന്ന് കിടക്കില്ലേ അതുപോലെ കിടന്നോ എന്നൊക്കെ പറയണേ. എന്നിട്ട് വർഷം അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരോടും സോറി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ പോകുന്നത് റോഷന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ റോഷന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, വർഷ ഇതുവഴി പോകുന്നുണ്ട് എന്നുള്ള കാര്യം. അവളെ ഫോളോ ചെയ്തിട്ട് അവൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് റോഷൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ അവിടുന്ന് നേരെ പോകുന്നത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം അതേ പാർക്കിലേക്ക് റോഷനും കൂടി എത്തുന്നുണ്ട് കേട്ടോ. തുടർന്ന് വർഷ ഉള്ളിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രേവതി വരികയാണ്. അങ്ങനെ രേവതിയെ കാണുമ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. എന്തിനാ വർഷ എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്താ ചേച്ചി ഇങ്ങനെ ഓർഡർ എടുക്കുന്ന പോലെ സംസാരിക്കുന്നത്, എനിക്ക് വേഗം പോണം, നീ കാര്യം എന്താന്ന് വെച്ചാ പറ, ചേച്ചി ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ രേവതി ചെന്ന് ഇരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും പറ, എന്തിനാ ഒരു എനിമിയുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്, ഫ്രണ്ടിനെ പോലെ എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ കളിപ്പിച്ചില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, സോറി ചേച്ചി, ഇതൊന്നും ഒരു ഇന്റൻഷനോട് കൂടി ചെയ്തതല്ല, നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല, സോറി. ശരി, ഇപ്പൊ എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞത്? എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി, എന്റെ കാര്യങ്ങള് മറ്റുള്ളവരോട് എന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നി എന്നുള്ള കാര്യം പറയുമ്പോൾ, അതിനാണല്ലോ ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് കൂടെ നിർത്തിയിരിക്കുന്നത്, അവനോട് പറഞ്ഞൂടെ? എന്റെ പ്രശ്നം തന്നെ അവനാണെന്ന് പറയാണേ. എനിക്ക് അവനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുമ്പോൾ, മനസ്സിലാക്കാണ്ടാണോ ഇത്ര ധൃതി പിടിച്ചിട്ട് കല്യാണം കഴിച്ചത്? ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യം അറിയോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ശ്രീകാന്ത് അല്ല ഇപ്പോ. സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് എന്നോട് ഭയങ്കര അഫെക്ഷൻ ആയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ആളാകെ മാറി എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്താ അവൻ അങ്ങനെ ചെയ്യുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ ഓരോന്ന് പറയും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. എപ്പോഴും അവൻ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കാനും ഓർക്കാനും മാത്രമേ സമയമുള്ളൂ. എപ്പോഴും അച്ഛൻ, അമ്മ, ഏട്ടത്തി, ഏട്ടൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നത്, പിന്നെ സംസാരിക്കില്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറക്കണം എന്നാണോ? കല്യാണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താന്ന് വിചാരിച്ചിരിക്കുന്നത്? പുതിയ ആളുകളെ നമ്മുടെ കൂടെ കൊണ്ട് ചേർക്കും. ഉള്ള ബന്ധങ്ങളെ എല്ലാവരും വെട്ടിമുറിച്ചിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നത് ഒരു ജീവിതമാണോ? അതിൽ എന്ത് സന്തോഷം ഉണ്ടാവുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചേച്ചി, ഞാൻ എന്റെ വീട്ടുകാരെ വിട്ടിട്ടല്ലേ പോകുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ 3 പയ്യന്മാരിൽ ഒരാളാണ്. ഞാനോ എന്റെ വീട്ടിലെ ഒരേ ഒരാള്. എന്നാ ഞാൻ ആരും വേണ്ടാന്ന് വെച്ചിട്ട് ശ്രീകാന്ത് മാത്രം മതി എന്ന് പറഞ്ഞ് പോന്നില്ലേ? നിന്നോട് ആരാ അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് രേവതി. അത്രയും ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് അവന് മനസ്സിലാവുന്നില്ല. എപ്പൊ നോക്കിയാലും വീട് വീട് എന്ന് പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓഹോ, അത് ശരി, നിങ്ങളൊക്കെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വലിയ കാര്യം. എന്നാലേ ശ്രീകാന്ത് എന്റെ അച്ഛന്റെ മകനാണ്. അത്ര പെട്ടെന്നൊന്നും അവന് കുടുംബത്തിന്റെ മേലുള്ള സ്നേഹമൊന്നും വിട്ടുപോവില്ല. അവരുടെ ഗുണം തന്നെ അതാണ്. ഒരു ബന്ധം കിട്ടിയെന്ന് കരുതിയിട്ട് പഴയ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇന്ന് നീ മാത്രം മതി എന്ന് കരുതിയിട്ട് നിന്റെ കൂടെ ഒരാള് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മറ്റൊരു ബന്ധം കിട്ടുന്ന സമയത്ത് നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ കൂടെ പോയില്ലേ? എന്നാ ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ എല്ലാവരും വേണമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ ഒരു കുറവായിട്ട് നീ പറയുന്നത്? ഇങ്ങനെ ഒരാളെ നിനക്ക്
കിട്ടിയതിന് നീ സന്തോഷിക്കാ വേണ്ടത്. അപ്പോ അവന് ഫാമിലി വേണം, എന്നെ വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവൻ എന്താ പറഞ്ഞത്? നിന്നെ വേണ്ട എന്നല്ലല്ലോ, എല്ലാവരും വേണോ എന്നല്ലേ പറഞ്ഞത്? ചേർന്ന് ജീവിക്കുന്നതാണ് കൂട്ടുകുടുംബം. നിങ്ങളുടെയൊക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും കൂടെ ഉണ്ടാവുന്നതാണ് നല്ലത്. അതേസമയം പുറത്ത് റോഷനാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലില് ആസിഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകാന്ത് അച്ഛനും അമ്മയും ഏട്ടന്മാരും കൂടെ വളർന്നതാണ്, നീ ആണെങ്കിൽ ഒറ്റയ്ക്ക് വളർന്നവളാണ്, അതുകൊണ്ടാണ് നിനക്ക് കൂട്ടുകുടുംബത്തിന്റെ വാല്യൂ അറിയാത്തത്. എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത്? എന്റെ അച്ഛനും അമ്മയും തനിയാണല്ലോ ജീവിക്കുന്നത്, എന്നിട്ട് അവരും നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. ഞാനും ചെറുപ്പം മുതലേ കാണുന്നല്ലേ എന്ന് പറയുമ്പോൾ അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളൊന്നും ആരും പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഫെസ്റ്റിവൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും പോയി കാണും. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം പോയി കാണുന്നതാണ് കുടുംബം എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഒന്നായിട്ട് ജീവിക്കുന്നതിന്റെ സന്തോഷത്തെക്കുറിച്ച് ഇപ്പോഴും നിനക്കറിയില്ല. ചേച്ചി, ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടനുമായിട്ട് ചേച്ചി എപ്പോഴും കുഴപ്പത്തിലാണ്, ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. ശ്രീകാന്തിന്റെ അമ്മയുമായിട്ട് ചേച്ചി അങ്ങനെ സെറ്റല്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചേച്ചി അവിടെ ഹാപ്പിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ അടിയൊക്കെ ഉണ്ടാക്കും, എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് അത് ശരിയാകും. നിങ്ങളുടെ കല്യാണത്തിന്റെ പേരിൽ എന്നോട് ഒരുപാട് ദേഷ്യമായിരുന്നു സച്ചിയേട്ടന്, എന്നാൽ അതൊക്കെ മറന്ന് ഇപ്പൊ നല്ല സ്നേഹത്തോടു കൂടിയാണ് നടക്കുന്നത്. അമ്മയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് അവരുടെ സ്വഭാവമാണ്, അത് ഞാൻ സമ്മതിച്ചു. എന്നാൽ അതെല്ലാം വിട്ട് നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അവര് എന്നെ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത്. ഇങ്ങോട്ട് നോക്ക് വർഷേ, പ്രശ്നമില്ലാത്ത കുടുംബം എവിടെയുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ജീവിതം? ചേച്ചി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാല് സീരിയലിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോവാം, വേണമെങ്കിൽ ഞാൻ തന്നെ ചാൻസ് മേടിച്ചു തരാം. ചേച്ചി നല്ല സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ കളിയാക്കാണോ? നിന്നെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല, നിനക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇതും ഇല്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? കല്യാണം കഴിച്ചു, ഇനിയിപ്പോ ശ്രീകാന്തിന്റെ അനുസരിച്ച് നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇതെന്താ ബിസിനസ് ആണോ? നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഡീല് സംസാരിക്കാം. എന്നെ കൊണ്ട് ആരും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവന് വേണ്ടി ഒരുപാട് ഞാൻ ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോ നിനക്ക് കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാനും പറ്റില്ല, ശ്രീകാന്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പറ്റില്ല. പിന്നെ എന്തിനാണ് വർഷ നീ കല്യാണം കഴിച്ചത്? ഇപ്പൊ ശ്രീകാന്തും നീ കാരണം വീട് വിട്ടു പോയി. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമായിട്ട് മാറി. സ്നേഹിക്കും, കല്യാണം കഴിക്കും, പിന്നെ 4 ദിവസം കഴിയുമ്പോഴേക്കും അത് മടുക്കും. പിന്നെ ഉടനെ തന്നെ 1000 കുറ്റങ്ങളും പറഞ്ഞു വന്ന് നിൽക്കും. ഇതിനൊന്നും സ്നേഹം, കല്യാണം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഈ കുഞ്ഞു പിള്ളേര് ബൊമ്മയ്ക്ക് വേണ്ടിയിട്ട് കരയില്ലേ, അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മടുക്കും, പിന്നെ വേറെ ബൊമ്മയ്ക്ക് വേണ്ടി കരയും. അതുപോലെയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. നിങ്ങളൊന്നും ആര് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആരും വേണ്ട വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി പോയതല്ലേ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ വർഷ. എന്നിട്ട് നിക്ക് സംസാരിക്കുന്ന കേക്ക് എന്ന് പറയുമ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന മാത്രം ഞാൻ കേൾക്കണമെന്നോ? ഞാൻ ഒരു വലിയ മണ്ടത്തിയാണ് നിന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതിന്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് താമസിച്ചോ, വല്ല ഹിമാചലിലോ എവിടെയെങ്കിലും ഹിമാലയത്തിന്റെ മേലെ എങ്ങാനോ, അവിടെ ആകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, അവിടെ പോയി താമസിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണേ. അങ്ങനെ രേവതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ പുറകെ ചെന്നിട്ട് നിക്കെന്ന് പറയുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്താന്നുള്ള കാര്യം കേൾക്കെന്ന് പറയുമ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റി. നിങ്ങൾ വളർന്ന സാഹചര്യം അങ്ങനെയാണ്, ആഗ്രഹിക്കുന്നതിനൊന്നും തെറ്റില്ല. എന്നാൽ നിങ്ങൾ കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്നത്, എന്നാൽ ആഗ്രഹിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ എന്നെ നിങ്ങൾ അങ്ങനെയല്ലേ ബലിയാടാക്കിയത്? നിങ്ങളുടെ രീതി വേറെ, എന്റെ രീതി വേറെ. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിലെന്തോ പറയല്ലോ, നെവർ എവർ. അങ്ങനെ പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണ് കേട്ടോ. അതിന്റെ പുറകെ തന്നെ വർഷ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. രേവതി പോയിന്ന് മനസ്സിലാക്കിക്കൊണ്ട് റോഷനാണെങ്കിൽ വർഷയെ വന്ന് തടഞ്ഞു നിർത്താന്. വർഷ റോഷനെ കാണുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്താ വർഷയെ സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും നീ ഇനി സുഖത്തോടു കൂടി ഇരിക്കില്ല. അങ്ങനെ ആ ആസിഡിന്റെ ബോട്ടിൽ എടുത്തിട്ട് വർഷയെ അങ്ങോട്ട് തള്ളിയിടുകയാണ്. അപ്പോഴേക്ക് രണ്ടുപേര് വർഷയെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. ബോട്ടിൽ തുറന്നിട്ട് വർഷയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രേവതി കല്ലെടുത്തിട്ട് ആ ആസിഡ് കുപ്പിക്ക് നേരെ എറിയാണ്. ആസിഡ് കുപ്പി താഴെ വീണിട്ട് പൊട്ടുന്നുണ്ട്. കുപ്പിക്ക് മാത്രമല്ല, നേരെ റോഷന് നേരെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഏറ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടികയുടെ കഷ്ണം എടുത്തിട്ട്. അപ്പോഴേക്കും അവന്മാരൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. തുടർന്ന് വർഷയ്ക്കരികിലേക്ക് വരുമ്പോഴേക്കും വർഷ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്